ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് അപ്പ് 2024. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കട്ടിയുള്ള പേപ്പർ നോക്കി എടുത്താൽ മതി. A4 ഷീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പറായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇപിയുടെ ഒരു ചട്ട പോലത്തെ ഒരു പേപ്പറുണ്ട്, അതാണ് എടുത്തത്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സിസറിൽ കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടുണ്ടാവും. അപ്പം ഞാൻ ആദ്യം തന്നെ തെർമോക്കോൾ കട്ടർ കൊണ്ട് ഒരു സൈഡ് ഫുള്ള് കട്ട് ചെയ്തു, പിന്നെയാണ് കത്രിക ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഡബിൾ സൈഡഡ് ടേപ്പാണ്. അപ്പോൾ അത് ഇതേപോലെ തിന്നായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് എല്ലാ എഡ്ജിലും ഒട്ടിച്ചു കൊടുക്കാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ വേണം. ഇതേ അളവിന് നമുക്കത് കട്ട് ചെയ്തെടുക്കും വേണം. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യമുള്ള ഒന്നാണ്. ഇനി നമുക്ക് വേണ്ടത് ത്രെഡാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം ത്രെഡ് കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ത്രെഡ് എടുത്ത് വയ്ക്കുക. ലാസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനെ ത്രെഡ് കെട്ടേണ്ടതെന്ന്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഇതിനകത്തോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതേപോലത്തെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തു. ഞാൻ റെഡും ബ്ലൂ ആണ് അടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ മാറ്റി ബ്ലൂവും ബ്ലാക്ക് ഹാർട്ടും ആക്കി. പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. എൻ്റെ കയ്യിൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ ബോക്സിൽ നിന്ന് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഷേപ്പിൽ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തോട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡബിൾ സൈഡ് ടേപ്പ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ആ ഒരു പോർഷനൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ഫ്രെയിമാണ്, അതായത് പിക്ചറുള്ള ഫ്രെയിമാണ് ഞാൻ ഒട്ടിച്ചത്. ഇനി നമുക്ക് ഈ ഒരു ബുക്ക് മാർക്കിൻ്റെ എൻഡ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് മാർക്കിന് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സ്റ്റിക്ക് ചെയ്യലാണ്. അതും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ ലെയറായിട്ട് എൻഡ്സൊക്കെ നല്ല വൃത്തിക്ക് തിന്നായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ത്രെഡ് എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് കാണിക്കുന്നത്. ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.